ആൻഡ് യു ആർ റിയലി ബോൾഡ്. കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാം. ഒരു എന്താ പറയാ, ബോൾഡ് ലേഡി എന്ന് പറയുന്ന ഒരു വേർഡ് ആൻറ്റിക്ക് കറക്റ്റായിട്ട് ചേരും. ആ ഒരു എന്താ പറയാ, ശരിക്കും ആൻറ്റി ഭയങ്കര ബോൾഡാണ്. അതെ, ഇപ്പം ഞാൻ അത് ലൈഫ് അങ്ങനെ ആക്കി മാറ്റി. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കരിയറും കൊണ്ടുപോകണം, ലൈഫും കൊണ്ടുപോകണം. അത് ഒറ്റയ്ക്ക് ഒരാൾ ലൈഫും പ്ലസ് നമ്മുടെ കരിയറും കൊണ്ടുപോകുക എന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എൻ്റെ വർക്ക് ചെയ്യുന്നവർ പറയുവാൻ, റീന, I couldn't even think the hard work you doing in UK because I never ever meet a lady like you. കാരണം അത് അത്രയും ഹാർഡ് വർക്ക് ഞാൻ ഇട്ടു. ജോലിയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ മോനൊരിത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഒരു ഒരു എന്താണ് ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ അത്രയും കഷ്ടപ്പെട്ടു. ആദ്യത്തെ ബന്ധത്തിൽ നിന്നും രണ്ടാമത്തെ ബന്ധത്തിൽ നിന്നും ഒന്നും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ഒന്നും വാങ്ങിയതുമില്ല, ഉള്ളത് കൊടുക്കുകയും ചെയ്തു അല്ലേ? കറക്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ലോകത്തോട് വിളിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുന്ന, എനിക്ക് ഇത് വേണം അത് വേണം, 5 പൈസ എൻ്റെ പൈസ, ഞാൻ ഇപ്പം കോർട്ടിൽ ചോദിച്ചാലും അറിയാം, ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആരുടെ കയ്യിൽ നിന്നും. 2 പേരിൽ നിന്നും ഞാൻ നഷ്ടപരിഹാരത്തിന് പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഉള്ളതും കൂടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയും കൂടി ഞാൻ ഇത്രയും ഇതുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തു. കാരണം പുള്ളിയായിട്ട് വിഷമിക്കാൻ പാടില്ല. ഞാൻ എന്തായാലും UK പോവുമല്ലേ, അപ്പം എനിക്ക് കഷ്ടപ്പെട്ടായാലും ജീവിക്കാമല്ലോ, പക്ഷെ ജീവിതം പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു എത്രയോ ലാക്ക് അങ്ങോട്ട് കൊടുത്തു. അല്ല, ഈ രണ്ടാമത്തെ ബന്ധം ആയതിനു ശേഷമല്ലേ UK പോയത്? അപ്പോ ഈ ഒരാളുടെ പ്രസൻസ് കാരണമാണോ നിങ്ങളുടെ ലൈഫിൽ വന്നത്? അതപ്പോ എന്താണ് ഇപ്പൊ ആന്റിക്ക് തോന്നുന്നുണ്ടോ അത് ആന്റിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു? 100% ഞാനത് ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം ആ ഉത്തരം കിട്ടാത്തിടത്തോളം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുക, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട്. ഇപ്പം ഞാൻ സ്ട്രോങ് ആയാൽ മാത്രമേ എൻ്റെ മകൻ സ്ട്രോങ് ആകുള്ളൂ. ഇപ്പം ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു മകനുണ്ട് എന്നൊരു ചിന്ത വരുമ്പോഴാണല്ലോ ലേഡീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നത്. അപ്പം അങ്ങനെ സ്ട്രോങ് ആയി, ഇല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ ഞാൻ പെർമനൻറ്റ് റെസിഡൻ്റ് എടുത്തു, ബ്രിട്ടീഷ് സിറ്റിസണായി. ഇതൊന്നും ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ ഒരു വ്യക്തിക്ക് എടുക്കുന്നതും ഫാമിലി ആയിട്ട് പോയി എടുക്കുന്ന സിറ്റിസൺഷിപ്പ് എടുക്കുന്നതും ടോട്ടലി ഡിഫറെൻറ്റ് കാറ്റഗറി. അതെ, അപ്പം ഞാൻ ഇതിൽ വന്ന ആളാണ്, ഒരേ വൺ മാൻ ഷോ എന്ന് പറയാം. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഒരു ടൈം മെഷീൻ കിട്ടുകയാണ്, ലൈഫിലോട്ട് തിരിച്ചു പോയിട്ട് ഒരു എന്തെങ്കിലും കുറച്ച് ചെയ്ത കാര്യങ്ങൾ തിരുത്തി ചെയ്യാൻ ഒരു അവസരം കിട്ടിയ ആൻറ്റി എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത്? അതെനിക്ക് എങ്ങനെ തിരുത്തി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രൈ ചെയ്തു നൂർജഹാൻ. ഞാൻ എൻ്റെ എക്സ് ഹസ്ബൻഡിനോട് മാപ്പ് പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതായിരിക്കും ആദ്യം ഞാൻ ഫോക്കസ് ചെയ്ത്. എനിക്ക് തോന്നിയത് ലൈഫാണിത്, നമ്മുടെ വിലപ്പെട്ട ഒരു ലൈഫ് പോകുക എന്ന് പറയുന്നത് ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം കൊണ്ട്. അതുകൊണ്ട് ആ ലൈഫിനോടുള്ളൊരു വിഷമമുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയി മാപ്പ് പറഞ്ഞ് പുള്ളിയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ ഭയങ്കര എനിക്ക് താല്പര്യമുണ്ട്. അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യും. അതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻറ്റി ഇപ്പോൾ ഏതൊരു നല്ല ഹാപ്പിലി മാരീഡ് കപ്പിളിനോടും മേ ബി പറയാനുള്ളത്, ഒരിക്കലും ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് കളയരുത് ഒരിക്കലും. കാരണം അതൊരു നൈമിഷികമായിട്ട് നമ്മൾ എടുക്കുന്ന, വിത്തൗട്ട് തിങ്കിങ് എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ പാടില്ല. കാരണം അത് നമ്മളെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ആ ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് എടുക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്നൊക്കെ ഒരു മനസ്സ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റീൽസ് ഒക്കെ ചെയ്തു? അതെ, റീൽസ് ഞാൻ തുടങ്ങുന്നത് ഇപ്പം ഞാൻ ഓർത്ത് ഞാനൊരു ഫ്രീ ആയിട്ടുള്ള ഒരാളായി, മാനസികമായിട്ട് എനിക്ക് ഹാപ്പിനെസ് തുടങ്ങി. കാരണം എനിക്ക് അബ്യൂസ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി സ്ട്രെസ്സോ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ട് എനിക്കും എൻ്റെ പഴയ ഒരാഗ്രഹങ്ങൾ തട്ടിക്കുടഞ്ഞെടുത്തുകൂടാ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ ഈ ലൈഫിൽ കൂടി സഫലീകരിച്ചില്ലെങ്കിൽ റീന എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല.
അങ്ങനെ എടുത്ത ഒരു തീരുമാനമാണ്. അപ്പം എനിക്ക് പണ്ടേ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമായിരുന്നു. പാട്ട് പാടുവോ? ഇല്ല, പക്ഷെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്ര പാടാൻ പറ്റില്ല, ത്രോട്ട്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് അങ്ങനെ അത്രയും എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി ഞാനത് ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ ഇതേപോലെ കമന്റ്സ് ഒക്കെ വരുന്നത് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു ആദ്യം. ആ നെഗറ്റീവ് പതുക്കെ പോസിറ്റീവ് ആക്കി. എന്താ അതിന്റെ സീക്രട്ട്? ആ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം, അതങ്ങനെ അതെങ്ങനെ ആക്കി എടുത്തത്? അത് എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂസ് ആയിരിക്കാം. കാരണം അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ലല്ലോ. അപ്പൊ അവര് ചോദിക്കുന്നു, ഒരു ചാട്ടക്കാരി ഏതാ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊച്ചുടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു പെണ്ണെന്നാ വിചാരം, മുതുക്കിയ. ഞാനപ്പോ പറഞ്ഞു, ഞാനല്ലേ തീരുമാനിക്കും ഞാൻ മുതുക്കിയാണോ കൊച്ചാണോ എന്ന്. അപ്പൊ അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തി. ഒരു നെഗറ്റീവ് കമന്റിനും ചിലതിനൊക്കെ ഞാൻ തമാശയായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ആ നെഗറ്റീവ് കമന്റ് ഒന്നും ഞാൻ ഈ കാറ്റത്ത് പറത്തിവിട്ട ഒരു പട്ടം പോലെ എടുത്തിട്ട് അപ്പം ഞാൻ തന്നെ ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഇൻ്റർവ്യൂ കണ്ടിട്ടാകാം ആൾക്കാർക്ക്, പക്ഷെ ഒരു സഹതാപം അവർക്ക് എന്നോട് തോന്നേണ്ട കാര്യമില്ല. കാരണം സഹതാപ രൂപേണ ഉള്ള ഒരു ഇഷ്ടം അതെനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം റീന എന്ന ബോൾഡായിട്ടുള്ള ഒരു ലേഡി എങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിത്വം, അതാണ് എനിക്ക് അവരിലൂടെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന. അത് അവരെന്നെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് പലതും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ സർക്കംസ്റ്റാൻസസ് വെച്ച് പലർക്കും അതൊരു മാതൃകയാവുകയാണെങ്കിൽ അത് നല്ലതാവും എന്നാണ് എൻ്റെ ഒരു തീരുമാനം, എൻ്റെ ഒരു ചിന്ത. അപ്പൊ ഇനി UK തന്നെ കംപ്ലീറ്റ്ലി അവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം, അതോ നാട്ടിൽ വന്ന് എപ്പോഴെങ്കിലും സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് നാട് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്കിപ്പോൾ ബ്രിട്ടനിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രിട്ടീഷ് അങ്ങനത്തെ ഒരു ചിന്താഗതി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് ഇടണം, അതെൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫ്. കാരണം ഇപ്പോൾ വർക്കിന് പോകുമ്പോഴായാലും ജീൻസ്, കുഞ്ഞു ഡ്രസ്സുകൾ, അവരുടെ പാർട്ടി ഡ്രസ്സൊക്കെ നമ്മളെ പോലെയല്ല, എല്ലാം ഷോർട്ട് ഡ്രസ്സും. അപ്പോൾ അത് ഞാനും ഇട്ട് അവിടുത്തെ ആ ഒരു കൾച്ചറും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ആസ് എ പാർട്ട് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ. പക്ഷേങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം നാട്ടിൽ വരണം, സെറ്റിൽ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രഞ്ജിമാരുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ നമുക്കിവിടെ സൈഡിൽ കൊടുക്കാതെ എങ്ങനെയാണെന്ന് ആ ഫോട്ടോ ഒരെണ്ണം കൊടുക്കാം. എന്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്, ആള് തന്നെ മാറിപ്പോയല്ലോ. അയ്യോ രഞ്ജുമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം രഞ്ജുമ്മ, ഞാൻ UK നിന്ന് ഇങ്ങോട്ട് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രഞ്ജുമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ റീന ഇവിടെ വരുന്നെങ്കിൽ റീന ചേച്ചി എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ രഞ്ജുമയായിട്ട് പിന്നെ കുറച്ച് ബ്രഷൊക്കെ പറഞ്ഞിരുന്നു. രഞ്ജുമയ്ക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ബ്രഷൊക്കെ. അപ്പം അതൊക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ രഞ്ജുമ ഒരു ക്ലോസ് ടു മൈ ഹാർട്ടാണ്. എന്തുകൊണ്ടോ രഞ്ജുമയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തോന്നാറുണ്ട്. എന്തുകൊണ്ടോ എനിക്കതറിയില്ല, ഒരു മാസ്മരികത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് രഞ്ജുമയോട്.